ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സീഡ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ. ഡബിൾ പെറ്റൽ പെറ്റൂണിയും അതുപോലെ സിംഗിൾ പെറ്റൽ പെറ്റൂണിയും കേട്ടോ. നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് സീഡ്സ് ഒക്കെ മുളപ്പിച്ചെടുക്കാനും അതുപോലെ നട്ടുപിടിപ്പിക്കാനും ഒക്കെ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പെറ്റൂണിയ ഇപ്പോൾ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ഒരു ടൈമാണ്. അതുപോലെ നമ്മുടെ സീഡ് പാകുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ 90% മുളച്ചും കിട്ടും. മുളച്ച് കിട്ടുന്ന ചെടി നമുക്ക് പറിച്ച് നട്ടാൽ പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെറ്റൂണിയയ്ക്ക് നല്ല വെയിലും ചൂടും ഒക്കെ വേണ്ട ഒരു ചെടിയാണ്. നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ സീഡ്സ് അയക്കുന്നത് ഞാനല്ല, ലിജന എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. പിന്നെ അവളുടെ നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഡബിൾ പെറ്റലും അതുപോലെ സ്റ്റാർ പെറ്റൂണിയ, റെഡ് പെറ്റൂണിയ, എല്ലാ ടൈപ്പ് പെറ്റൂണിയാസും ഉണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതലും പെറ്റൂണിയാസിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സീഡ്സിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ കാറ്റലോഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഹായ് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാറ്റലോഗ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള സീഡ്സ് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വിലയും അതേപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റിയിലാണുള്ളതും എണ്ണവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ കൂടുതൽ ഡൗട്ട് ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഒരു 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലൊക്കെയാണ് കേട്ടോ അയക്കുക. അതേപോലെ പാകേണ്ട രീതിയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാലും അറിയാത്തവർക്കായിട്ടൊന്ന് പറയുകയാണ്, നിങ്ങളെ കയ്യിൽ സീഡ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പാകി തീർക്കരുത്. ഒരു 2-3 ട്രിപ്പായിട്ടൊക്കെ പാകുക കേട്ടോ. ആദ്യം കുറച്ച് പാകി നോക്കുക, അതിനുശേഷം പിന്നെ കുറച്ച് പാകി അങ്ങനെ മുളപ്പിച്ചെടുക്കുക. ഒരു 60% ചകിരിച്ചോറും ഒരു 40% മണ്ണും എടുത്തിട്ട് രണ്ടും കൂടെ മിക്സാക്കി നല്ലോണം യോജിപ്പിച്ച് പോട്ടിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നിറയ്ക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. ആ വെള്ളം വാർന്നു പോയതിന് ശേഷം കൈ കൊണ്ടൊന്ന് മിക്സാക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നടുക്കിലായിട്ടൊരു കുഴി എടുക്കുക. എന്നിട്ട് പെറ്റൂണിയൻ്റെ സീഡ് ഇട്ട് കൊടുക്കുക. കുറേ ഒന്നും ഇടണ്ട കേട്ടോ, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. നടുക്കാണ് പാകാൻ പാടൂ, എന്നാലും നമുക്ക് നനയ്ക്കാനൊക്കെ എളുപ്പമുള്ളൂ കേട്ടോ. മൊത്തത്തിൽ പാകി നിൽക്കുമ്പോഴേ നമുക്കത് മുളയ്ക്കാനും അതേപോലെ പറിച്ചു മാറ്റി നടാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് നമ്മൾ മുകളിലായിട്ട് കുറച്ച് ഈ പാകിയതിന് ശേഷം ഒരു കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ വിത്താണ്, അധികമൊന്നും അതുകൊണ്ട് ചകിരിച്ചോറ് ഇടണ്ട. ഒരു 4 to 8 ദിവസം കൊണ്ട് അത് മൊത്തത്തിൽ മുളച്ചോളൂ കേട്ടോ. എല്ലാ ദിവസവും തന്നെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ മുളയ്ക്കുന്നത് വരെ എല്ലാ ദിവസവും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. വെള്ളം ഇങ്ങനെ കുത്തനെ ഒഴിക്കരുത്, അപ്പോൾ അത് വീണ് പോകും. അതുകൊണ്ട് നമ്മൾ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മളതങ്ങ് മാറ്റി വെച്ച് കൊടുക്കുക. പിന്നെ ഉറുമ്പ് ഒച്ച് അതിൻ്റെയൊക്കെ ആക്രമണം ഉണ്ടാവാതെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് ഇത് 100% മുളച്ച് കിട്ടും. ഡബിൾ പെറ്റൂണി ആണെങ്കിൽ 130 രൂപയാണ് വരുന്നത്. അതിൽ 35 സീഡാട്ടം ഉണ്ടാവുക. റെഡ് പെറ്റൂണി ആണെങ്കിൽ 70 രൂപ, സ്റ്റാർ പെറ്റൂണി ആണെങ്കിൽ 70 രൂപ, മിക്സ്ഡ് പെറ്റൂണി ആണെങ്കിൽ 50 രൂപയാട്ടോ വരുന്നുള്ളൂ. അപ്പം റേറ്റ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് പെറ്റൂണിയാസിൻ്റെ. അപ്പോൾ വേറെ സീഡ്സ് വേണമെങ്കിൽ നിങ്ങൾ കാറ്റലോഗിൽ നോക്കിയാൽ മതി കേട്ടോ, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.